ഈശോൻ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ബെനഡിക്റ്റ് പ്രയർ മാതാപിതാക്കളായി നമ്മൾ ഒരുമിച്ച് മക്കളെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കളുടെ എല്ലാ പ്രതിസന്ധികളും, ഏതെങ്കിലും മക്കൾ അധ്വാനിച്ച് ഫലം കിട്ടുന്നില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്ത മക്കൾ, കഴിവുണ്ട്, നല്ല രീതിയിൽ പഠിച്ച് ജീവിച്ച് തൊഴിൽ തേടി കടന്നു വന്ന മക്കൾ ചില പ്രത്യേക കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ, പ്രത്യേക കൂട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ, അവരുടെ ചില പ്രായമൊക്കെ ആയ സമയത്ത്, സ്വന്തം കാലം നിൽക്കുന്ന സമയമായപ്പോൾ, പക്വതയാകുന്ന സമയത്ത് പക്വതയില്ലാതെ ജീവിതത്തിൽ വീണു പോകുന്നു. ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്നില്ല, പഠിച്ച വണ്ണം പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല, അധ്വാനിക്കുന്നൊപ്പം ഫലം നേടുവാനായിട്ട് സാധിക്കുന്നില്ല, അധ്വാന ഫലം ലഭിക്കുന്നില്ല. അങ്ങനെ പലവിധ ആശങ്കകൾ ഇന്ന് മക്കൾക്കുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് സമർപ്പിക്കാം, ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഇന്ന് വചനം സങ്കീർത്തനം 1-2 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിന് അരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കർത്താവിന്റെ നിയമത്തിൽ നമ്മുടെ മക്കൾ ആനന്ദിക്കുവാൻ, ദൈവപ്രമാണങ്ങൾ പാലിക്കുവാൻ, ഒപ്പം തന്നെ ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി തീരുവാൻ, യഥാകാലം ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിതത്തിൽ തക്കതായ സമയത്ത് പരീക്ഷ എഴുതുമ്പോൾ, പഠിക്കുമ്പോൾ, അധ്വാനിക്കുമ്പോൾ, ജോലി നേടുമ്പോൾ എല്ലാം മക്കൾ അനുഗ്രഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സന്തോഷപൂർണ്ണമായ അഭിമാനത്തോടുകൂടിയുള്ള ജീവിതം നയിക്കുവാനും നമുക്കവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 1-2. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ, അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെ വചനത്തിൽ നിന്നും കൂദാശകളിൽ നിന്നും സമൃദ്ധമായ ജീവൻ സ്വീകരിച്ച് ഞങ്ങളുടെ മകൾ തഴച്ചു വളരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനശക്തിയാലും കൂദാശകൾ ലഭിക്കുന്ന കൃപയാലും അവരുടെ സകല പ്രവൃത്തികളും അധ്വാനങ്ങളും സഫലമായി തീർന്ന് അധ്വാന ഫലം അനുഭവിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.